നമസ്കാരം, മൈ വേൾഡിലേക്കും എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്കും സ്വാഗതം. ഇന്നത്തെ ടാരോട്ട് റീഡിങ്ങിൽ ഞാൻ നിങ്ങളുടെ ഒരു കറണ്ട് സിറ്റുവേഷനാണ് നോക്കുന്നത്. നിങ്ങൾക്ക് യൂണിവേഴ്സ് എന്താണ് കരുതി വെച്ചിരിക്കുന്നതെന്ന് നമുക്ക് നോക്കാം. വളരെ പോസിറ്റീവ് മൈൻഡോട് കൂടി ഇരിക്കുക. ഈ ഒരു റീഡിംഗ് ജനറൽ റീഡിംഗ് ആണ്. നിങ്ങൾക്ക് അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ എടുക്കാം, അല്ലെങ്കിൽ വിട്ടുകളയാം. നിങ്ങൾ യൂണിവേഴ്സിൻ്റെ ഗൈഡൻസ് നിങ്ങൾക്ക് ഒരു അക്സെപ്റ്റ് ആവുകയാണെങ്കിൽ അതിൻ്റെ പോസിറ്റിവിറ്റി നിങ്ങൾ ക്ലെയിം ചെയ്ത് യൂണിവേഴ്സിനോട് നന്ദി പറഞ്ഞ് ആ ഒരു വഴിയിലേക്കൂടെ നിങ്ങൾ പോവുകയാണെങ്കിൽ നിങ്ങൾക്ക് സക്സസ് തന്നെ ഉണ്ടാവും എന്ന് ഞാൻ ഉറപ്പിച്ച് പറയുന്നു. എല്ലാവർക്കും നല്ലൊരു ജീവിതം ഉണ്ടാവട്ടെ, നല്ലൊരു ഭാവി ഉണ്ടാവട്ടെ, നല്ലൊരു സക്സസ് ഉണ്ടാവട്ടെ എന്ന് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ചുകൊണ്ട് നമുക്ക് റീഡിങ്ങിലോട്ട് കിടക്കാം. ഇന്ന് വന്നേക്കുന്നത് ഫസ്റ്റ് കാർഡ് വന്നേക്കുന്നത് ഹൈ പ്രീച്ചേഴ്സ് കാർഡാണ് വന്നേക്കുന്നത്. രണ്ടാമത് വന്നേക്കുന്നത് 8 ഓഫ് കപ്സ് ആണ് പറയുന്നത്. ഒരു ദിവ്യ പരിവേഷമുള്ളൊരു മാലാഖയാണ് ഹൈ പ്രീച്ചേഴ്സ് കാർഡിൽ പറയുന്നത്. നിങ്ങളൊരു സ്പിരിച്വൽ കണക്ഷനിലോട്ട് പോകണമെന്നാണ്. ഒരു കണക്ഷൻ, സ്പിരിച്വൽ ദൈവികത കൂട്ടണം, നിങ്ങളിലുള്ളൊരു ദൈവികത കൂട്ടണം എന്ന് തന്നെയാണ് ആ ഒരു മെസ്സേജിലൂടെ യൂണിവേഴ്സ് പറയുന്നത്. നിങ്ങൾക്ക് ഒരു ഗ്രഹണചന്ദ്രൻ്റെ 8 ഓഫ് കപ്സിൽ കാണാം. നിങ്ങൾക്ക് മാനസികമായിട്ടൊരു കുറച്ച് വിഷമങ്ങളും ചില ബ്ലോക്കേജുകളും ഒക്കെ ഉണ്ട്. അതിൽ നിന്നും നിങ്ങൾക്ക് ഈ ഒരു സ്പിരിച്വൽ കണക്ഷനിലൂടെ നിങ്ങൾക്ക് പുറത്ത് കടക്കാൻ തീർച്ചയായും സാധിക്കും. കിങ് ഓഫ് പെൻറ്റിക്കിൾസ് പറയുന്നത് ഒരു സക്സസ് നിങ്ങളുടെ മുന്നിലുണ്ട്. നല്ല രീതിയിൽ നിങ്ങൾക്ക് ആ ഒരു ബ്ലോക്കേജ് മാറ്റിയെടുത്താൽ നിങ്ങൾക്ക് നല്ലൊരു സക്സസ് ഉണ്ടാക്കിയെടുക്കാൻ പറ്റും. സക്സസ് ആവുകയും ചെയ്യുമെന്ന് തന്നെയാണ് യൂണിവേഴ്സ് നിങ്ങൾക്ക് തരുന്ന ഒരു മെസ്സേജ് എന്ന് പറയുന്നത്. നിങ്ങൾക്കൊരു ഉയർച്ചയുണ്ടാവും. ആ ഒരു ഹൈ പ്രീച്ചേഴ്സിൽ ഒരു മാലാഖയുടെ പരിവേഷമാണ്. നിങ്ങൾ പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ മാതാവിനെ പ്രാർത്ഥിക്കുക. അമ്പലത്തിൽ പോകുന്നവരാണെങ്കിൽ ദേവീ പ്രീതി ഉണ്ടാക്കിയെടുക്കുക. എല്ലാ ദൈവങ്ങളും ഒന്ന് തന്നെ. നമുക്ക് ഇന്നത്തെ ഒരു വചനം ഒന്ന് നോക്കാം. ഇന്നത്തെ വചനത്തിൽ നമ്മുടെ ദൈവത്തിന് സ്തുതിയും മഹത്വവും ജ്ഞാനവും കൃതജ്ഞതയും ബഹുമാനവും അധികാരവും ആധിപത്യവും എന്നേക്കും ഉണ്ടായിരിക്കട്ടെ എന്നാണ് ഇന്നത്തെ വചനം പറയുന്നത്. അപ്പോൾ നിങ്ങൾ സ്പിരിച്വലി കൂടുതൽ അടുക്കുക. പള്ളിയിൽ പോകുന്നവരാണെങ്കിൽ നിസ്കരിക്കുക, നല്ല രീതിയിൽ പ്രാർത്ഥിക്കുക. ഒരു ദേവീ പ്രീതി നിങ്ങൾക്ക് നല്ലൊരു ബ്ലോക്കേജ് മാറ്റി കിട്ടും. ഒരു ഭദ്രകാളി ദേവി ക്ഷേത്രത്തിലെ പ്രീതി, രക്തപുഷ്പാഞ്ജലി നടത്തുക, ലളിതാ സഹസ്രനാമം ചൊല്ലുക. നിങ്ങൾ നിത്യവും മാതാവിനെ പ്രാർത്ഥിക്കുക, ജപമാല ചൊല്ലുക, ശക്തമായി പ്രാർത്ഥിക്കുക. പള്ളിയിൽ പോവുക, അമ്പലങ്ങളിൽ പോയി നിങ്ങളുടെ വഴി തുറക്കപ്പെടും.